എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ സെക്കൻഡ് വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വയലറ്റ് പെണ്ണിനെ അവളെ തൂക്കിയെടുത്ത് 200 കിലോമീറ്റർ/സ്പീഡിൽ അങ്ങനെ കുതിച്ചു പായാണ്. അത് കാണേണ്ട താമസം ആ ഒരു സപ്ലയർ പെണ്ണ് അവളാണെങ്കിൽ ആ ലൈനിന്റെ മുതുകിലേക്ക് ചാടി കയറി അതിനോട് ഹെൽപ്പ് ചോദിച്ച് ഇപ്പോ ആ കുഞ്ഞു പെണ്ണിന്റെ പിന്നാലെ പോവാണ്. ഡോറോയും ലൂഫി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവൾക്ക് അത്രയും കറേജും പവറും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടെന്ന് അവര് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ നീട്ടിയെടുത്ത് ആ ലയന്റെ വാലിൽ പിടിക്കും. അതിനുശേഷം സിമ്പിളായിട്ട് അവൻ ആ സിംഹത്തിന്റെ മുതുകിലേക്ക് കയറി വരികയാണ്. അത് കാണുമ്പോൾ ആ പെണ്ണിന് ഭയങ്കര അത്ഭുതം. ലൂഫിക്ക് തൊട്ടു പിന്നാലെ സോറയും അതിന്റെ മുതുകിലേക്ക് കയറി. ഇപ്പൊ അവരെല്ലാവരും ചേർന്ന് നമ്മുടെ വയലറ്റിനെ രക്ഷിക്കാൻ ആ വില്ലന്റെ പിന്നാലെ പോവാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ആദ്യം കണ്ട ആ അമ്പ് വില്ലൻ അവനാണെങ്കിൽ അമ്പൊക്കെ ഇത് വീണ്ടും നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വരും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ നിലവിളിച്ചു പറയും, ലൂഫി പ്ലീസ് ഡൈവ് ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. അതിന് ലൂഫി ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. നിന്നെ എന്ത് വില കൊടുത്തും ഞങ്ങൾ സേവ് ചെയ്യും. ഇവിടെ അമ്പ് വില്ലനാണെങ്കിൽ അച്ചറം പൊച്ചറം ആ ലയണിനെ അമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ലയണാണെങ്കിൽ ചാടിയും മറിഞ്ഞും അമ്പിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഓരോ ഭാഗത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലൂഫി അവനെ കുഞ്ഞിപ്പെണ്ണിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന അതേസമയം ആ അമ്പ് വില്ലൻ ഇപ്പോ ആ നമ്പർ 2 വില്ലനോട് സ്പീഡിൽ മുൻപോട്ടേക്ക് ഓടാൻ സിഗ്നൽ കൊടുക്കും. അത് കേട്ട് അവനാണെങ്കിൽ കുറെ കൂടെ സ്പീഡിൽ ഓടുകയാണ്. ദേഷ്യം വന്ന് കണ്ണ് കാണാതായ ലൂഫി അവന്റെ ഹോക്കി പവർ എടുത്ത് അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് അമ്പ് വില്ലനെ ഞെട്ടിക്കും. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു ഇടിയില് കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിക്കില്ല. അവൻ താഴേക്ക് ലൂഫിയെ തള്ളിയിടും. ലൂഫി ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ലയന്റെ മേലെ തന്നെ വന്ന് ലാൻഡ് ചെയ്യും. ആ സപ്ലയർ പെണ്ണാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വായിക്കും. അവരിപ്പോ പോകുന്നത് ആ വില്ലന്മാരുടെ ഒഫീഷ്യൽ ടൗണിലേക്കാണ്. അവിടെ പ്രധാനമായിട്ടും 3 വില്ലന്മാരാണുള്ളത്. ആ 3 പേരിൽ ആദ്യത്തെ ആള് ഹോക്കിങ്സ്, രണ്ടാമത്തെ ആള് വേൾഡം, മൂന്നാമത്തേത് സ്പീഡ്. അവരുടെ എല്ലാവരുടെയും അസിസ്റ്റൻസും അവിടെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ ആർട്ടിഫിഷ്യൽ ഡെവിൾ ഫ്രൂട്ട് കഴിച്ച് നല്ല രീതിയിൽ വ്യത്യസ്തങ്ങളായ പവറുകളും ഉണ്ട്. ഓരോയ്ക്കാണെങ്കിൽ അവളുടെ സ്ക്വാഡും ബുക്കും സ്റ്റൈലൊക്കെ കാണുമ്പോൾ തന്നെ അവള് മറ്റാരുവാണെന്ന് മനസ്സിലാവും. അവളോട് ഡോറോ ആണെങ്കിൽ കടുപ്പിച്ച ശബ്ദത്തിൽ നീ ആരാണെന്ന് ചോദിക്കും. അതിനവള് മുട്ടിയൊക്കെ പുറകിൽ കെട്ടി മുടിയൊക്കെ അങ്ങനെ പുറകിൽ വലിച്ചു കെട്ടി ഇപ്പൊ അവരോട് പറയും, ഞാനൊരു സാമുറായിയാണ്. ഇതാ ഇവിടെ സെക്കൻഡ് വില്ലൻ. അവനാണെങ്കിൽ ഇപ്പോ ആ 3 മെയിൻ വില്ലന്മാരിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്ത് വയലറ്റ് പെണ്ണിനെ കിട്ടിയ കാര്യം ഇൻഫോം ചെയ്ത് അവരുടെ അടുത്തേക്ക് ഉഷാറായിട്ട് ചാടി ഓടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ വേറൊരു വില്ലേജ് കാണിക്കും. അവിടെയുള്ള എല്ലാവരും ഒരു സുമോ മാച്ച് ഒക്കെ കണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാണ്. അവർക്ക് ആവശ്യത്തിലധികം ഭക്ഷണം, വെള്ളം അങ്ങനെ എല്ലാം തന്നെ അവിടെ സുലഭമാണ്. ആ ബേറർ പെണ്ണിനോട് നമ്മുടെ സപ്ലയർ പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത ആ ഒരു ജയന്റ് മാൻ അവനും അവിടെ ഇരുന്ന് സോറോയായിട്ടുണ്ടായ സംഭവങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ ജയന്റ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ആ സപ്ലയർ പെണ്ണിന് ഞാൻ നല്ലൊരു ലൈഫാണ് ഓഫർ ചെയ്തത്, പക്ഷേ അവൾ നിഷ്കരണം എന്നെ റിജക്ട് ചെയ്തു, എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെനിക്ക് നല്ല രീതിയിൽ ഹേർട്ടായി. അത് കേട്ട് അവന്റെ കൂടെയുള്ളവൻ പറയും, നീ ഇങ്ങനെ ഒരാവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല. നമുക്ക് നല്ല പവറുണ്ട്, നമ്മൾ കൈഡോടെ ആൾക്കാരാണ്. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, അവളെ അവിടുന്ന് തട്ടിക്കൊണ്ട് വരിക, ഇവിടെ എത്തി വിവാഹം ചെയ്ത് നീ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുക. അതിനുശേഷം നിന്നെ ഇൻസൾട്ട് ചെയ്തതിന് പ്രതികാരമായിട്ട് നീ അവളുടെ ഷോപ്പും അവളുടെ എല്ലാ ആൾക്കാരെയും തല്ലിക്കൊല്ലണം. ഒന്നും പേടിക്കാനില്ല, അവൾ 100% നിന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിന്റെ കാൽക്കൽ കിടക്കും. അത് കേട്ട് അവന് ഭയങ്കര സന്തോഷം. അവൻ ആ ഒരു ഐഡിയ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവാണ്. അവൻ ചാടി എഴുന്നേറ്റ് ശക്തിയിൽ ആ ഒരു ബെഞ്ചിൽ ആഞ്ഞടിക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ വയലറ്റ് പെണ്ണിനെ കാണിക്കും. അവളെ ആണെങ്കിൽ ഒരു പ്രത്യേക റൂമിലേക്ക് കൊണ്ടുപോയി ലോക്ക് ചെയ്യാണ്. അവൾ ചുറ്റും നോക്കും. അപ്പൊ അവൾ കാണും അവളുടെ തൊട്ടു പിന്നിലായിട്ട് ഒരു മോൺസ്റ്റർ ലയൺ. ഇവിടെ നമ്മുടെ ആൾക്കാർ ഓൾമോസ്റ്റ് ആ ഒരു സിറ്റിയുടെ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ സപ്ലയർ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു വാർണിംഗ് കൊടുക്കും. നമ്മൾ ആ ഹയർ ഒഫീഷ്യൽസ് ഉള്ള സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരുപാട് അപകടങ്ങൾ നമ്മളെ കാത്ത് പതിയിരിപ്പുണ്ട്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ജീവൻ പണയപ്പെടുത്തി മുൻപോട്ടേക്ക് പോകാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് അവൾ ചോദിക്കും. അതിന് നമ്മുടെ ചെക്കന്മാര് ആവേശത്തിൽ തയ്യാറാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഇവിടെ വയലറ്റ് പെണ്ണാണെങ്കിൽ ആ ഒരു സിംഹത്തെ കണ്ട് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അവളുടെ തൊട്ടടുത്ത് ആ സെക്കൻഡ് വില്ലൻ അവനാണെങ്കിൽ ഒരുപാട് സ്പീഡിൽ മുൻപോട്ട് ഓടിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ടിപ്പോ തീരെ വയ്യ. അവൻ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ കിതച്ചു നിൽക്കും. അപ്പോഴായിരിക്കും സിംഹത്തിന്റെ
പൂർണ്ണ രൂപം കാണിക്കുക. ആക്ച്വലി അതും ഒരു മനുഷ്യൻ തന്നെയാണ്. അവന്റെ ഇടുപ്പിന്റെ ഭാഗത്താണ് ആ ഒരു സിംഹത്തല ഉള്ളത്. ആ സിംഹ മനുഷ്യനാണെങ്കിൽ ഇപ്പോ സെക്കൻഡ് വില്ലനോട് ദേഷ്യപ്പെടും. നീ ഇത്രയധികം യൂസ്ലെസ് ആണോ? ഇവളെയും കൊണ്ട് ഇവിടം വരെ ഓടി എത്തിയപ്പോഴേക്കും നീ തളർന്നു പോയെന്ന് ചോദിക്കും. ആ സിംഹം ആണെങ്കിൽ അത് കേട്ട് ദേഷ്യപ്പെടും. അവൻ കൈ ചുരുട്ടി ആ സിംഹത്തിന്റെ തലയിൽ ഒരൊറ്റ അടി. അത് കണ്ട് വയലറ്റ് പെണ്ണാണെങ്കിൽ വീണ്ടും ഡബിൾ ആയിട്ട് പേടിക്കുകയാണ്. ആക്ച്വലി ഇവനൊരു സിംഹ മനുഷ്യനാണ്. ഡബിൾ ഫ്രൂട്ട് കഴിച്ചാണ് ഇവനും ഈ കോലത്തിലായി മാറിയത്. സിംഹത്തിനാണെങ്കിൽ കലി കയറി ഇതിനെ കൊണ്ട് പറ്റും പോലെ ആ ഹ്യൂമൻ ബോഡിയിൽ ആഞ്ഞടിക്കും. അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് അത് തന്നെ ഒച്ചത്തിൽ കിടന്ന് കരയാൻ തുടങ്ങും. കാരണം സിംഹത്തിനും മനുഷ്യനും കൂടെ ഒരേ ഒരു ബോഡി മാത്രമാണുള്ളത്. സോ അവന് തന്നെ ഇപ്പൊ നല്ല രീതിയിൽ പെയിൻ എടുക്കും. അവരാണെങ്കിൽ അല്പസമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഇട്ട് ഇപ്പം നമ്മുടെ വയലറ്റ് പെണ്ണിൻ്റെ അടുത്തേക്ക് വരും. അവൻ നമ്മുടെ വയലറ്റ് പെണ്ണിനോട് ചോദിക്കും, സത്യം പറയും, നിനക്കും എന്തൊക്കെയോ ചില സ്പെഷ്യൽ പവറുകളൊക്കെ ഇല്ലേ? എൻ്റെ ആൾക്കാരും ഞാനും കറക്റ്റായിട്ട് കണ്ടതാണ് ആ ഒരു ലയണിനെ നീ കൺട്രോൾ ചെയ്തത്. എന്നെക്കൊണ്ട് എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് അത് ചോദിക്കും. അത് കേൾക്കേണ്ട താമസം അവൾ ഷോക്ക് ആവുകയാണ്. അവൾ ആക്ച്വലി അവളുടെ ഫേസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു പ്രത്യേക പവർ അത് ആ ലയണിന്റെ വായിലേക്ക് ഇട്ടുകൊടുത്താണ് അതിന് പൂർണ്ണമായിട്ടും കൺട്രോളിലെടുത്തത്. ആ ലയൺ ഹ്യൂമൻ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ അവളോട് പറയും, ആ പക്കൂണിനെയും നീ തന്നെയാണ് കൺട്രോൾ ചെയ്തത്. നിന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച അതിനെ നീ എന്തോന്ന് ചെയ്ത് നിന്റെ കൺട്രോളാക്കി മാറ്റി. നിനക്ക് എന്തോ ഒരു പവർ ഉണ്ട്, അത് നീ ഞങ്ങളോട് പറഞ്ഞേ പറ്റൂ. വയലറ്റ് പെണ്ണിനാണെങ്കിൽ അത് കേട്ട് പേടിയാവും. കാരണം ഓൾറെഡി അവളുടെ മാസ്റ്റർ അവളുടെ ഈ ഒരു പവറിനെ കുറിച്ച് പുറത്ത് പറയാനോ അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചുറ്റുമുള്ളവരെല്ലാവരും അവരുടെ ശത്രുക്കളാണ്, കൈഡോടെ ആൾക്കാരാണ്. സോ അവൾക്ക് ഇങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിവിടെ തട്ടിയെടുക്കാനും ആ ഒരു പവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവളെ കൊണ്ട് നിർബന്ധപൂർവ്വം ഉപയോഗിപ്പിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അവളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് അല്പനേരം സങ്കടപ്പെട്ട് കരയും. അതിനുശേഷം അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അയ്യോ ഇല്ല ഇല്ല, ഞാൻ ആക്ച്വലി പെട്ടെന്ന് മൃഗങ്ങളുമായിട്ട് ഫ്രണ്ട്ലി ആവും. അവറ്റകളെ മെന്റലി കൺവിൻസ് ചെയ്യാനുള്ളൊരു കഴിവ് അതെനിക്കുണ്ടെന്ന് പറയും. അതിനാ ഹ്യൂമൻ ലയൺ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഞങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് നീ കരുതിയോ? നിനക്കൊരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട്, അതുപയോഗിച്ച് തന്നെയാണ് നീ അവറ്റകളെ കൺട്രോൾ ചെയ്തത്. അതെന്താണെന്ന് നീ പറഞ്ഞേ പറ്റും. നീ നിന്റെ കവിളിൽ നിന്ന് ഒരു പവർ പുറത്തെടുക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. മര്യാദയ്ക്ക് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ നിന്നെ ഇടിച്ച് സൂപ്പാക്കുമെന്ന് പറഞ്ഞ് ഒരു ഇടിക്കട്ട എടുത്തുകൊണ്ട് വരാനായിട്ട് അവൻ അവൻ്റെ അസിസ്റ്റന്റിനോട് പറയും. കുഞ്ഞിപ്പെണ്ണിനാണെങ്കിൽ അത് കേട്ട് പേടിയാവും. അവൾ നൈസായിട്ട് കണ്ണു വെട്ടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ അവർ ഈസി ആയിട്ട് അവളെ ലോക്ക് ചെയ്ത് പിടിക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോൾ വയലറ്റ് പെണ്ണിന്റെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ചാടി ഓടുകയാണ്. അവരുടെ ഓട്ടവും നിലവിളിയൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സോൾജിയേഴ്സും സെക്യൂരിറ്റീസും ഇപ്പൊ നമ്മുടെ ആൾക്കാർ ലക്ഷ്യാക്കി ഓടും. മറ്റൊരു ഭാഗത്ത് ട്രഫാൽഗർ ലോ അവൻ ഈ ന്യൂസ് അറിയും. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ആ കാര്യം കേട്ട് അങ്ങനെ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. അവൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആൾക്കാർ കറക്റ്റായിട്ട് അതൊക്കെ കൊളാക്കുകയാണ്. ലോയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ തടയാനായിട്ട് ആ ഒരു സിറ്റി ലക്ഷ്യമാക്കി പോവും. മറ്റൊരു ഭാഗത്ത് ആ വില്ലൻ അവനൊരു പ്രത്യേക വെപ്പൻ ഉപയോഗിച്ച് വയലറ്റ് പെണ്ണിന്റെ പല്ല് അതങ്ങനെ പറിച്ചെടുക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് അടുക്കും. ഇവിടെ ലൂഫിയ ടീം വയലറ്റ് പെണ്ണിനെ രക്ഷിക്കാനായിട്ട് പാഞ്ഞടുക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.